ഹണിമൂൺ യാത്രകളെല്ലാം ഇന്റർനാഷണൽ യാത്രകളായി മാറി തുടങ്ങിയെങ്കിലും നമ്മുടെ സ്വന്തം സ്വിറ്റ്സർലാൻഡും കാശ്മീരും എല്ലാമായ മൂന്നാറിലേക്ക് ഒരു ഹണിമൂൺ യാത്ര പോകാൻ മലയാളികൾക്ക് എന്നും ഇഷ്ടമാണ്. അങ്ങനെ പോയ ഒരു ഹണിമൂൺ യാത്രയിലെ സ്റ്റേക്കേഷന്റെ വിശേഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ മൂന്നാർ എക്സ്പ്ലോറിംഗ് വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിലെ കാഴ്ചകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിലെ വിശേഷങ്ങളും അവിടെ നിന്ന് നടത്തിയ ചെറിയ കുറച്ച് യാത്രകളുടെ വിശേഷങ്ങളും മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. എൻ്റെയും എൻ്റെ വൈഫ് സൂര്യയുടെയും ഫ്രണ്ട്സും പോരാതെ തന്നെ ന്യൂലി വെഡ് കപ്പിൾസുമായ ജിഷ്ണുവും ഐശ്വര്യയും നമ്മുടെ കൂടെ ഈ ട്രിപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വണ്ടി നിർത്തിയത് പോകുന്ന വഴിയിൽ കാണുന്ന ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെയായിരുന്നു. അവിടെ നിന്ന് കരിക്കും കുടിച്ച് കുറച്ച് പിക്സ് എല്ലാം എടുത്ത് യാത്ര വീണ്ടും അങ്ങനെ തുടർന്നു. ഡയറക്റ്റ് നമ്മൾ റിസോർട്ടിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രം അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന റെസ്റ്റോറൻറ്റിലും നിർത്തിയിരുന്നു. അവിടുത്തെ വിശേഷം പറയാനാണെങ്കിൽ തരക്കേടില്ലാത്ത ഡൈനിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വേഗം തന്നെ യാത്ര തുടങ്ങി. നമ്മുടെ റിസോർട്ട് ലൊക്കേഷൻ വരുന്നത് ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിലാണ്. ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ്, ഒരു പ്ലേസ് ആണ് അത്. അതുകൊണ്ട് തന്നെ ചിന്നക്കനാട് സൂര്യനെല്ലി റോഡിലെത്തിയപ്പോൾ ആ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ കുറച്ചേരം വണ്ടി നിർത്തി. അവിടെ നിന്ന് നമുക്ക് ആനയിറങ്കിൽ ഡാം റിസർവോയർ വ്യൂ ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് പിക്സ് എല്ലാം എടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ വീണ്ടും സംസാരിച്ച് വീണ്ടും ആ യാത്ര തുടർന്നു. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. സ്റ്റെർലിംഗ് മൂന്നാർ എന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കാരണം നല്ല പോലെ യാത്ര ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും സൂര്യയും കൂടി റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. കംഫർട്ടബിളായി നമുക്ക് ഫാമിലി ആയിട്ടെല്ലാം പോയിട്ട് ഒരു സ്റ്റേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസും ഒരു അറ്റ്മോസ്ഫിയറാണ് സ്റ്റെർലിംഗ് മൂന്നാറിലുള്ളത്. ഇനിയിപ്പോൾ അമ്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂള്, ഫിറ്റ്നസ് റൂം, പിക്നിക് ഏരിയ, അഡ്വഞ്ചർ ഗെയിംസ്, ബേസിക് അമ്യൂണിറ്റീസിന് പുറമെ ഇതുപോലെ ഒരുപാട് അമ്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. റിസോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ മനോഹരമായിരുന്നു. എന്തായാലും ഞാനും സൂര്യയും കൂടി റിസോർട്ട് ഫുൾ നടന്ന് കണ്ടു. മാർച്ച് ടൈം ആയതുകൊണ്ട് തന്നെ തണുപ്പ് അത്രയ്ക്കില്ല. അപ്പോഴേക്കും ജിഷ്ണുവും ഐശ്വര്യയും വന്നു. പിന്നെ നമ്മൾ ഒരുമിച്ചായി റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ റിസോർട്ടിന് പുറത്തുള്ള റോഡിൽ നല്ല ടീ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നടന്നിട്ട് വരാൻ തീരുമാനിച്ചു. പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് പിക്സ് എടുക്കലും സംസാരവും എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആയ സ്റ്റേയാണ് സ്റ്റെർലിംഗ് മൂന്നാറിലുള്ളത്. ബൊഫേ ഓർ നോർമൽ ഓർഡറിംഗ് ആയിട്ട് നമുക്ക് ഫുഡ് ചൂസ് ചെയ്യാം. ബൊഫേ പെർ ഹെഡ് 1200 രൂപയായിരുന്നു. 5 സ്റ്റാർ റേറ്റ്സ് ആണ് ഫുഡ്സിനെല്ലാം വരുന്നത്. സോ ഞങ്ങൾ ബൊഫേ ചൂസ് ചെയ്ത് എല്ലാ ടൈപ്പ് ഫുഡും ട്രൈ ചെയ്തു. ഫുഡിന്റെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല, എങ്കിലും ഫുഡ് ക്വാളിറ്റി എല്ലാം സൂപ്പറാണ്. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് പാക്കേജ് ട്രിപ്സ് എടുക്കാം. നമ്മൾ ഒരുപാട് കറങ്ങാനൊന്നും പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് കരുതി. അങ്ങനെ നാളത്തേക്ക് കുറച്ച് പ്ലാൻസ് എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോയി. സോ അന്നത്തെ വിശേഷങ്ങൾ അവസാനിച്ചു. നെക്സ്റ്റ് ഡേ ഉറക്കം എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതുപോലെയുള്ള അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യാൻ മാത്രമേ പ്ലാൻ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം തന്നെ ഫ്രഷായി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നേരെ പോയത് പൂളിലേക്കാണ്. കുറേ നേരം പൂളിൽ എൻജോയ് ചെയ്തു. ഒരുപാട് തണുത്ത ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് പൂള് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹണിമൂൺ കപ്പിൾസ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പ്ലാൻ പ്രകാരം മൂന്നാർ ടൗണിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ റൂട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഉച്ചയോടെ അതിനുവേണ്ടി ഇറങ്ങി. മൂന്നാർ ടൗണിൽ പോയി ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത്. മാട്ടുപ്പെട്ടി ഡാമിൽ ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ നിന്നില്ല. നേരെ എക്കോ പോയിന്റ് പോയി. അവിടെയാണ് ആദ്യം ഇറങ്ങിയത്. അവിടെയുള്ള ഷോപ്സിൽ നിന്നും ചെറിയ കുറച്ച് ഷോപ്പിംഗ്സ് എല്ലാം നടത്തി. നമ്മുടെ മെയിൻ 2 ഡെസ്റ്റിനേഷൻ കുണ്ടല ഡാമും ടോപ്പ് സ്റ്റേഷനും ആയിരുന്നു. അതുകൊണ്ട് സമയം കളയാതെ എക്കോ പോയിന്റിൽ നിന്നും ഇറങ്ങി വേഗം തന്നെ കുണ്ടല ഡാം എത്തി. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ബോട്ടിംഗ് ക്ലോസ് ചെയ്തു. എന്നാലും കുണ്ടല ഡാമിന്റെ ലാൻഡ്സ്കേപ്സിന്റെ ഭംഗിയെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. കുറെ പിക്സ് എല്ലാം എടുത്തു. കുണ്ടല ഡാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ്. പക്ഷെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ട്. ഞങ്ങളുടെ ചോളം എല്ലാം കട്ടോണ്ട് പോയി. എന്തായാലും കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം ടോപ്പ് സ്റ്റേഷൻ പോകണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം ഓൾറെഡി ക്ലോസിംഗ് ടൈം ആയിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് പോയി. അവിടെ ക്ലോസ് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പാണ് എത്തിയത്. അതുകൊണ്ട് വേഗം ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. പണ്ടത്തെ പോലെ ഒരുപാട് ഉള്ളിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് നമ്മളെ വിടുന്നില്ല. അലോ ചെയ്തിട്ടുള്ള വ്യൂ പോയിന്റ് വരെ വേഗം പോയി. പക്ഷെ ലേറ്റ് ആയത് എന്തായാലും നന്നായെന്ന് തോന്നി. കാരണം 6 മണി ആവാറായതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയി സൺസെറ്റ് കാണാൻ പറ്റി. യൂഷ്വലി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കോടയൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആയി സൺസെറ്റ് കാണുന്നത് ആദ്യമായിട്ടാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടായിരുന്നു. ഇന്ന് ഡിന്നർ റിസോർട്ടിൽ നിന്ന് പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അവിടെ നിന്ന് നല്ല ഫുഡ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും ആ ഡേ വെൽ സ്പെൻഡ് എന്ന് തന്നെ പറയാം. അടുത്ത ദിവസം 5:30 എഴുന്നേറ്റ് സൺറൈസ് കാണാൻ പോയി. ശരിക്കും പറഞ്ഞാൽ കൊളുക്കുമല സൺറൈസ് കാണാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഓൾറെഡി ബുക്കിംഗ് എല്ലാം ഫുൾ ആയതിനാൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ റിസോർട്ടിനടുത്ത് ചിന്നക്കനാൽ റോഡിലുള്ള ഒരു സൺറൈസ് വ്യൂ പോയിന്റിൽ പോയി സൺറൈസ് കണ്ടു. നല്ലൊരു ചായയും കുടിച്ചു. എന്നിട്ട് തിരികെ വരുമ്പോഴാണ് മനസ്സിലായത് റിസോർട്ടിന്റെ ഫ്രണ്ടിലെ റോഡിൽ നിന്നാൽ ഇതിലും കിട്ടുന്ന സൺറൈസ് കാണാൻ പറ്റിയേനെ എന്ന്. എന്തായാലും ഒരു മോർണിംഗ് ഡ്രൈവ്, അതും സൺറൈസ് ടൈമിൽ, നല്ലൊരു ഹാപ്പി മെമ്മറി ആയിരുന്നു അത്.
ഇന്നാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 11 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് നേരെ മൂന്നാർ ടൗണിലേക്ക് പോയി. ലിസ്റ്റിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം വാങ്ങി, എസ്പെഷ്യലി ചായപ്പൊടി. ജിഷ്ണു ആണെങ്കിൽ ക്യാരറ്റും കൂടി വാങ്ങി. അങ്ങനെ മൂന്നാറിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ കണ്ടതാണ് ഈ ഒരു കാഴ്ച, ഹോട്ട് എയർ ബലൂൺ യാത്ര. ഇന്നലെ റിസോർട്ടിലെ പാക്കേജസിൽ ഇത് മെൻഷൻ ചെയ്ത് കണ്ടിരുന്നു. ഒരു സ്റ്റേക്കേഷൻ ട്രിപ്പ് ആയതിനാൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസോ സൈറ്റ് സീയിങ് ചെയ്യാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ട്രിപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് വരണമെന്ന് പ്ലാൻ ഓൾറെഡി ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.